ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് ഇന്നുണ്ടായിരുന്ന ട്രേഡുകളാണ്. 7 ട്രേഡാണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. അതിൽ ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡുകളൊന്നുമില്ല. ഇന്ന് നമുക്കറിയാമല്ലോ, എക്സ്പയറി ഡേ ആണ്. പിന്നെ നിഫ്റ്റിക്ക് വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സൈഡ് വൈസ് മൂവ്മെൻറ്റിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഫുൾ ടാർഗറ്റുകളൊന്നുമില്ല. നമുക്കുണ്ടായിരുന്ന ഇത്ര ട്രേഡുകൾ ഉണ്ടായിട്ടുള്ളൂ. എസ് എൽ ഉണ്ട്. എസ് എല്ലിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അത്യാവശ്യം മിനിമം പ്രോഫിറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയിലാണ് പറയണത് കേട്ടോ. നിഫ്റ്റിയിൽ മിനിമം പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 1:3, 1:2, 1:3 അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് ആ ട്രേഡുകൾ. നമ്മൾ ജസ്റ്റ് നോക്കി പോയാൽ മതി. ഇതിൻ്റെ കുറച്ച് ട്രേഡ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എസ് എൽ എന്ന ട്രേഡാണ്, സ്റ്റോപ്പ് ലോസ് ആണത്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്ക് കിട്ടിയത്. ഇതായിരുന്നു നമുക്ക് ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്ന ട്രേഡ്. ഇത് 2 വട്ടം ആക്റ്റീവ് ആയുള്ള ട്രേഡാണ്. അതായത് എസ് എൽ അടിച്ചിട്ടല്ല, നമുക്ക് പ്രോഫിറ്റിൽ തന്നെയാണ്. എൻ്റെ എങ്ങനെയാണ് അത് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 49,500 PE 2 ട്രേഡ് 49,500 PE നമുക്ക് സെയിം പ്രൈസ് ഏതാണ്? 527. 527 2 വട്ടം നമുക്ക് എടുക്കാൻ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. 2 ട്രേഡും കൂടി 130 പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. 2 ട്രേഡും കൂടി കേട്ടോ. എന്നാൽ നമുക്ക് ബൈസ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി അവിടെ. പിന്നെ ട്രേഡ് ആക്ടിവേറ്റ് ആയി. പിന്നെ അത് എടുക്കുക 19-60 പോയിന്റ് പോയിട്ടുണ്ട്. അതായത് ക്യാൻഡിൽസ് ഇങ്ങനെ അടിയിലേക്ക് വന്ന ശേഷം ഇങ്ങനെ അടിയിലേക്ക് വരണുണ്ടല്ലേ. അതിന് ശേഷം പിന്നെ കയറുന്ന സമയത്ത് സെല്ലേഴ്സ് റിജക്ഷൻ വന്നിട്ട് പിന്നെ എടുത്തോളാൻ ഉണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് റൺ 10-70 പോയിന്റ് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ട്രേഡ് കിട്ടിയത്. പിന്നെ 22,950 CE അതൊരു 13 പോയിന്റാണ് കിട്ടിയത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അത് എസ് എല്ലിക്ക് വരും ചെയ്തു. 13 പോയിന്റ് ഉള്ളൂ കേട്ടോ. ഇത് എസ് എല്ലിക്ക് കുറേ നേരം നിൽക്കുന്ന നേരത്ത് എസ് എൽ എന്നല്ല തന്നെ പറയുക. ഇത് തിരിച്ചിങ്ങനെ അടിയിലേക്ക് വരുന്ന നേരത്ത് കോസ്റ്റൊക്കെ ഇത് പോവും. അല്ലെങ്കിൽ ചെറിയ എസ് എല്ലിലൊക്കെ നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും ഫസ്റ്റ് മൊമെൻ്റാണ് നമ്മളെപ്പോഴും ക്യാച്ച് ചെയ്യണത്. അതായത് 13 പോയിന്റ് കിട്ടിയെന്നുണ്ട്. ഈ 13 പോയിന്റ് ആ മൊമെൻ്റാണ് നമ്മൾ ക്യാച്ച് ചെയ്യണത്. പിന്നെ വേറെ ട്രേഡാണ് 49,600 CE 30 പോയിന്റാണ് കിട്ടിയത്. നിങ്ങൾ നോക്കുന്നത് എത്ര നേരമാണ് ഈ ട്രേഡ് ഇവിടെ നിന്നതെന്ന്. സൈഡ് വൈസ് ആയതുകൊണ്ടാണ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് എസ് എല്ലിക്കൊക്കെ വന്നത്. ടോട്ടൽ ഒരു 1:1 ആണ് ആക്റ്റീവ് ആയിക്കണത് കേട്ടോ. 30 പോയിൻ്റൊക്കെയാണ് അതിൽ പ്രോഫിറ്റ് വന്നതാണ്. നമുക്കുണ്ടായിരുന്ന വേറെ ട്രേഡാണ് 22,900 PEയിലാണ് ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി. ലിമിറ്റിൽ കിട്ടും. ലിമിറ്റിൽ നിന്ന് കറക്റ്റ് 18 പോയിന്റ് മുകളിലേക്ക് പോയ ശേഷം പിന്നെ അത് അടിയിലേക്ക് വന്നു. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം തന്നെയാണ്. പെട്ടെന്ന് ക്യാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. പ്രോഫിറ്റ് കിട്ടുമ്പോൾ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം. അല്ലെങ്കിൽ കോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട്. നിഫ്റ്റി അങ്ങനെ നിൽക്കണം നോക്കിയത്. നമ്മൾ റേഞ്ചിൻ്റെ ഉള്ളിലാണ്. നിഫ്റ്റി വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല, ചെറിയൊരു മൂവ്മെൻറ്റ് കാണിച്ചിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം റേഞ്ചിൻ്റെ ഉള്ളിലാണ്. ബാങ്ക് നിഫ്റ്റിക്ക് മൂവ്മെൻ്റ് ഇല്ലേ. നാളെ ഇതൊക്കെ ബ്ലാസ്റ്റിന് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും. വെള്ളിയാഴ്ചകളിൽ അങ്ങനെ സംഭവിക്കാറ്. കുറേ സൈഡ് വൈസ് ആയ ഒരു 2-3 ദിവസം സൈഡ് വൈസ് ആയി നിന്ന ശേഷമാണ് വെള്ളിയാഴ്ചകളിൽ അത് നല്ലൊരു മൂവ്മെൻറ്റ് തരാറുണ്ട്. ചിലപ്പോൾ നാളെ നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ 2-3 ദിവസമായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് നിൽക്കണത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടാകുന്ന ട്രേഡ്. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. അതിന് ഇൻസ്റ്റാഗ്രാം ID ഉണ്ടെന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. നല്ല ട്രേഡുകൾ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.